മൈസൂരുവിലെ പാരമ്പര്യ വൈദ്യൻ ഷാബാസ് ഷെരീഫ് കൊലക്കേസിൽ ശിക്ഷാവിധി. ഒന്നാം പ്രതി ഷൈബിന് 13 വർഷവും 9 മാസവും തടവ്. രണ്ടാം പ്രതി ശിഹാബുദ്ദീന് 6 വർഷവും 9 മാസവും ശിക്ഷ. ആറാം പ്രതി നിഷാദിന് 5 വർഷവും 9 മാസവും തടവ്. ശിക്ഷ വിധിച്ചത് മഞ്ചേരി അഡീഷണൽ ജില്ലാ കോടതി. ഒറ്റമൂലിയുടെ രഹസ്യം പറയാത്തതിന് ഷാബാസ് ഷെരീഫിനെ കൊലപ്പെടുത്തിയത് 2020-ൽ. മൃതദേഹാവശിഷ്ടം പോലും കണ്ടെത്താത്ത കേസിൽ നിർണായകമായത് DNA തെളിവുകൾ. ലോക്സഭാ മണ്ഡല പുനർനിർണയത്തിൽ രാഷ്ട്രപതിയെ കാണാൻ മുഖ്യമന്ത്രിമാർ. തീരുമാനം ചെന്നൈയിലെ സംയുക്ത കർമ്മസമിതി യോഗത്തിൽ. മണ്ഡല പുനർനിർണയം 2056 വരെ മരവിപ്പിക്കണമെന്ന് MK സ്റ്റാലിൻ. പോരാട്ടം ജനാധിപത്യവും ഫെഡറലിസവും സംരക്ഷിക്കാനെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി. മണ്ഡല പുനർനിർണയം BJPക്ക് വേണ്ടിയെന്ന പിണറായി വിജയൻ. കരിങ്കൊടി പ്രതിഷേധവുമായി BJP. സമരം കടുപ്പിക്കാൻ ആശാപ്രവർത്തകർ. 24-ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ കൂട്ട ഉപവാസം നടത്തും. ആശാപ്രവർത്തകരുടെ നിരാഹാര സമരം തുടരുന്നു. സമരം ചെയ്യുന്നവരുടെ ആരോഗ്യനിലയിൽ ആശങ്ക. ഇടുക്കി തൊടുപുഴയിൽ നിന്നും കാണാതായ ആളെ കൊലപ്പെടുത്തിയതായി സംശയം. മരിച്ചത് തൊടുപുഴ ചുങ്കം സ്വദേശി ബിജു ജോസഫ്. ബിജുവിനെ കൊന്ന് മൃതദേഹം ഗോഡൌണിലെ മാൻഹോളിൽ ഒളിപ്പിച്ചു എന്ന സംശയം. 3 പേർ കസ്റ്റഡിയിൽ. മലപ്പുറം പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരിയിൽ ഉത്സവത്തിനിടെ വെടിവെപ്പ്. ചെമ്പ്രശ്ശേരി സ്വദേശി ലുക്മാന് വെടിയേറ്റു. കഴുത്തിന് ഗുരുതര പരിക്ക്. വെടിവെച്ചത് എയർഗൺ ഉപയോഗിച്ച്. പ്രതികൾക്കായി അന്വേഷണം. തൃശൂർ പെരുമ്പിലാവ് കൊലപാതകത്തിൽ മുഖ്യപ്രതി പിടിയിൽ. കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്ന ലിഷോയെ പിടികൂടിയത് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ. കൊലപാതകം റീൽസ് എടുക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്നെന്ന് പോലീസ്. കൊല്ലം ശക്തികുളങ്ങരയിൽ നിന്ന് 50 ഗ്രാം MDMA-യുമായി പിടിയിലായ യുവതിയിൽ നിന്ന് വീണ്ടും MDMA പിടികൂടി. സ്വകാര്യ ഭാഗത്ത് ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തിയത് 45.45 ഗ്രാം. കോഴിക്കോട് താമരശ്ശേരിയിൽ അറസ്റ്റിലായ യുവാവ് MDMA വിഴുങ്ങിയതിൽ സ്ഥിരീകരണം. കൊച്ചിയിൽ മദ്യപ സംഘത്തെ ചോദ്യം ചെയ്ത യുവാവിനെ ഇടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കാർ പിടികൂടി. തിരുവനന്തപുരത്ത് കാപ്പ കേസ് പ്രതി MDMA-യും കഞ്ചാവുമായി പിടിയിൽ. എറണാകുളം കുറുപ്പംപടിയിൽ പെൺകുട്ടികളെ അമ്മയുടെ സുഹൃത്ത് പീഡിപ്പിച്ച കേസിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. അമ്മയും ആൺസുഹൃത്തും ചേർന്ന് പെൺകുട്ടികൾക്ക് നിർബന്ധിച്ച് മദ്യം നൽകി. അമ്മയ്ക്കെതിരെ കുട്ടികൾക്ക് മദ്യം നൽകിയതിനും കേസ്. എറണാകുളം AR ക്യാമ്പിൽ വെടിയുണ്ട ചട്ടിയിലിട്ട് വറുത്തതിൽ ഉദ്യോഗസ്ഥന് വീഴ്ചയെന്ന റിപ്പോർട്ട്. പറ്റിയത് അബദ്ധമാണെങ്കിലും സംഭവിച്ചത് ഗുരുതര വീഴ്ച. അന്വേഷണ റിപ്പോർട്ട് കൊച്ചി സിറ്റി പോലീസിന് കൈമാറി. ലഹരിക്കെതിരായ പ്രതിരോധത്തിൽ കൈകോർത്ത് പോലീസും പ്രാദേശിക സംഘടനകളും. ലഹരി വ്യാപനം തടയാൻ 1 വർഷം നീളുന്ന സമഗ്ര പദ്ധതിയുമായി കൊച്ചി സിറ്റി പോലീസ്. പ്രാദേശിക സംഘടനകളുടെ പങ്കാളിത്തത്തോടെ വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കും. ലക്ഷ്യം ലഹരിക്കെതിരെ സ്ഥിരം പ്രതിരോധ സംവിധാനം ഒരുക്കൽ. IPL 18-ാം സീസണിന് ഇന്ന് തുടക്കം. ആദ്യ മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സും ഏറ്റുമുട്ടും. മത്സരം രാത്രി 7:30-ക്ക് കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിലെ. മഴ വില്ലനാകുമോ എന്ന് ആശങ്കയിൽ ആരാധകർ.